ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും എക്സാംസൊക്കെ അപ്രോച്ച് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്ന എല്ലാവർക്കും തന്നെ എക്സാംസിന് ഡേറ്റ് എല്ലാം പബ്ലിഷായി. അപ്പോൾ നമുക്ക് ഏതാണ് സെമ്മ്, നമ്മൾ 5th സെമ്മിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്ങും അതുപോലെ തന്നെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയും ഇൻറ്റേർണലായിട്ട് നമുക്ക് ഫോറൻസിക് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, എന്നിരുന്നാലും നമ്മുടെ മെയിൻ തിയറി എക്സാംസ്, യൂണിവേഴ്സിറ്റി എക്സാമാണ് അപ്രോച്ച് ആകാൻ പോകുന്നത്. അതിൽ വൺ ഓഫ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എഡ്യൂക്കേഷണൽ മീഡിയ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ AVITS എപ്പോഴും ഒരു 15 മാർക്ക് എപ്പോഴും തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ താഴെ തന്നെ നമ്മുടെ പാംപ്ലെറ്റ്സ്, ചോക്ക് ബോർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ താഴെ തന്നെ 5 മാർക്സ് ആൻഡ് 2 മാർക്സിന് വാട്ട് ഈസ് പാംപ്ലെറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. നമുക്കിത് പഠിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലും ഇതേ സെയിം കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടും ഒരുമിച്ച് അവിടെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ ഈ ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ പറയും ഇതൊരു ലോങ് ക്ലാസ് ആയിരിക്കും. എനിക്ക് ഈ ഒരു എഡ്യൂക്കേഷണൽ മീഡിയ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എൻ്റയർലി ഞാൻ ഈ ഒരു ഒറ്റ വീഡിയോയിൽ തീർക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അഷുറൻസ് തരുവാണ്, ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കാരണം അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും ഈസി ആയിട്ട് അത്രയും പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. 15 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും 5 മാർക്കിന് ചോദിച്ചാലും 2 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഡ്യൂക്കേഷണൽ മീഡിയ ഇസ് ഓൾസോ നോൺ ആസ് ഓഡിയോ വിഷ്വൽ മീഡിയ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, എഡ്യൂക്കേഷണൽ മീഡിയ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ മീഡിയ എന്ന് ചോദിച്ചാൽ എന്താണ്? സെയിം ആൻസർ ആണ്. ഓക്കെ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂഷണൽ മീഡിയ ആൻഡ് ലേണിംഗ് റിസോഴ്സസ് ആർ ബോഡ്ലി മീൻ ബൈ സെയിം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എഡ്യൂക്കേഷണൽ മീഡിയ ആയിക്കോട്ടെ, ഓഡിയോ വിഷ്വൽ മീഡിയ ആയിക്കോട്ടെ, AVITS ആയിക്കോട്ടെ, ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലേണിംഗ് റിസോഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം സെയിം ആണ്. അപ്പം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലേണിംഗ് റിസോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാം സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്ക് അവിടെ നഷ്ടപ്പെടരുത്. Audiovisual aids provides significant gains in informational learning, retention and recall thinking and reasoning activity, interest, imagination, attention and concentration, better assimilation and personal involvement, growth and development of students in active learning and meet individual needs of the learners. അതായത് നമ്മൾ പൊതുവെ ഒരു ലെക്ചർ മെത്തേഡ്സിൽ PPT സ്ലൈഡ്സ് എല്ലാം കാണിച്ചാലാണ് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വരുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു 1 വേ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയുന്നത്, ഞാൻ ജസ്റ്റ് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമാജിനേഷൻ കൂടണമെങ്കിൽ അവിടെ നല്ല വീഡിയോസ്, അതുപോലെ തന്നെ പിക്ചേഴ്സ് എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെയാണ്? എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ മീഡിയ, ഓഡിയോ വിഷ്വൽ മീഡിയ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇൻസ്ട്രക്ഷണൽ മീഡിയ, ലേണിംഗ് റിസോഴ്സ് എല്ലാം സെയിം ആണ്. ഇതിൻ്റെ ഒരു യൂസ് നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിനിഷനാണ്. Audiovisual aids is an instructional device in which message can be heard as well as seen. അപ്പോൾ AVITS ഓഡിയോ ഉണ്ട്, വിഷ്വലും ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാനും സാധിക്കും, കേൾക്കാനും സാധിക്കും അല്ലേ. അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആർ ദോസ് സെൻസറി ഒബ്ജക്ട്സ്. അത് നമുക്ക് തൊടാൻ സാധിക്കാം, ചിലപ്പോൾ ഇമേജസ് ആയിരിക്കാം. ഓക്കെ, സ്റ്റിമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലേണിംഗ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആർ ദോസ് എയ്ഡ്സ് വിച്ച് ഹെൽപ്സ് ഇൻ കംപ്ലീറ്റിംഗ് ദ ട്രയാങ്കുലർ പ്രോസസ് ഓഫ് ലേണിംഗ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ട്രയാങ്കുലർ പ്രോസസ് ഓഫ് ലേണിംഗ് എന്ന് 2 മാർക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മോട്ടിവേഷൻ, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്റ്റിമുലേഷൻ. ദിസ് ആർ ദ ട്രയാങ്കുലർ പ്രോസസ് ഓഫ് ലേണിംഗ്. അപ്പോൾ ഏതാണ് ട്രയാങ്കുലർ പ്രോസസ് ഓഫ് ലേണിംഗ്? അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന നല്ലൊരു പോയിൻ്റാണ് ഈ പറയുന്ന AVITS എന്ന് പറയുന്നത്. ലേണിങ്ങിലെ ഈ 3 മോട്ടിവേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് നമുക്കവിടെ
ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. വാട്ട് ആർ ദ ട്രയാങ്കുലർ പ്രോസസ് ഓഫ് ലേണിംഗ്? ദാറ്റ് ഇസ് മോട്ടിവേഷൻ, സ്റ്റിമുലേഷൻ ആൻഡ് classification. Okay, അപ്പോൾ audio visual aids are anything by means of which learning process may be encouraged or carried on through sense of hearing or sense of sight. നമുക്ക് കാണാൻ പറ്റാം, ചിലപ്പോൾ കേൾക്കാൻ പറ്റാം, ചിലപ്പോൾ എന്താണ് ചലിക്കുന്ന പോലെയാവും, ചിലപ്പോൾ നമുക്ക് തൊടാൻ പറ്റാം, അങ്ങനെയൊക്കെയുള്ളതാണ് ഈ പറയുന്ന ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. നമുക്ക് തന്നെ എഴുതാനായിട്ട് പറ്റുന്ന ഒരു ഡെഫിനിഷനാണ്. ഓക്കെ, ഇനി അടുത്തത് പർപ്പസ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ആവശ്യം, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇംപ്രൂവ് ആൻഡ് മേക്ക് ടീച്ചിങ് എഫക്റ്റീവ്, എനാബിൾ ഓഡിയൻസ് ടു ലുക്ക്, ലിസൺ ആൻഡ് ലേൺ. അതായത് ഒരു എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, അതുപോലെ തന്നെ കാണാനും അത് ലിസൺ ചെയ്യാനും പഠിക്കാനും ഹെൽപ്പാണ്. അതുപോലെ തന്നെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അതായത് മേക്ക് ലേണിംഗ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് പ്രൊഫിറ്റബിൾ. ഇത് ക്യുക്കായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ക്യൂരിയോസിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റിമുലേറ്റ് തിങ്കിങ് ആൻഡ് മോട്ടിവേറ്റ് ആക്ഷൻ. എക്കണോമിക്സ് ടീച്ചേഴ്സ് എഫോർട്സ്. ഫോസ്റ്റർ ഓർ ഡെവലപ്പ് ദ നോളജ്, അതായത് ലേണിംഗ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഡെവലപ്പ് കണ്ടിന്യൂറ്റി ഓഫ് തോട്ട്. പ്രൊവൈഡ് എ ബേസിസ് ഫോർ മോർ എഫക്റ്റീവ് പെർസെപ്ഷ്വൽ ആൻഡ് കോൺസെപ്ഷ്വൽ ലേണിംഗ്. സ്റ്റുഡൻറ്റ് അക്യൂസ് ക്ലിയർ, അക്യുറേറ്റ് ആൻഡ് വിവിഡ് ഇമേജ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ഇൻക്രീസ് ആൻഡ് സസ്റ്റെയിൻ അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. Make personal involvement of students in active learning and meet individual needs of the learners. Provide an opportunity for situational type of learning, example field trips, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് ആൻഡ് പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഫോർ ക്രിയേറ്റീവ് ഡിസിപ്ലിൻ. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എഡ്യൂക്കേറ്റ് ചിൽഡ്രൻ ഫോർ ലൈഫ്, പ്രൊമോട്ട്സ് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്, സേവ് ടൈം ആൻഡ് എനർജി, ചേഞ്ച് ആറ്റിറ്റ്യൂഡ് ഓർ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ലേണേഴ്സ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. അതായത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിക്കുക, ഈ ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ നമുക്കത് ഈസിലി നമുക്കത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. കേൾക്കാൻ പറ്റുവാണെങ്കിലും ഒക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? നമുക്കൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റ്, കോൺസെൻട്രേഷൻ, അറ്റൻഷൻ എല്ലാം. അപ്പം നമുക്കത് ഫുള്ള് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു 15 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്കൊരു 4-5 പോയിന്റ്, അതായത് എഫക്റ്റീവായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ടീച്ചിങ്, അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും, സേവ് ടൈം ആൻഡ് എനർജി. ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്ലൈഡ് ഒരു പവർ പോയിന്റ് വെച്ച് കാണുന്നതിനേക്കാളും നല്ലതല്ലേ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ കുറച്ച് അധികം ഉണ്ട്. ഓഡിയോ എയ്ഡ്സിൻ്റെ ഏതൊക്കെയാണ്, ഓഡിയോ എയ്ഡ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? സിമ്പിൾ ആണല്ലേ, നമുക്ക് കേൾക്കാൻ മാത്രം പറ്റാവുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോ ഉണ്ട്, ടേപ്പ് റെക്കോർഡർ ഉണ്ട്, സെൻട്രൽ സൗണ്ട് സിസ്റ്റം ഉണ്ട്, മെഗാഫോൺ ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്, ഗ്രാമഫോൺ ഉണ്ട്, മൈക്ക് ഉണ്ട്. നമ്മൾ മൈക്ക് വെച്ചിട്ട് ഇപ്പോൾ ഒരു 100 സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് കേൾക്കണമെങ്കിൽ എന്താണ് നമ്മൾ മൈക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ റേഡിയോ ഒക്കെ നമ്മൾ പൊതുവേ പഴയ കാലത്ത് യൂസ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. ടേപ്പ് റെക്കോർഡറും മെഗാഫോൺ, മൈക്രോഫോൺ, ഗ്രാമഫോൺ, സെൻട്രൽ സൗണ്ട് സിസ്റ്റം. ഇത് നിങ്ങളൊരു ഫ്ലോ ചാർട്ട് പോലെ വരച്ചിട്ട് ഏതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫോർമാറ്റിൽ വരയ്ക്കുകയാണെങ്കിൽ, അതായത് ഓഡിയോ എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ ചുറ്റും ഇങ്ങനെ അതായത് വരച്ചതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നിട്ട് പിന്നെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് പേജ് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെയാണ്? റേഡിയോ, ടേപ്പ് റെക്കോർഡർ, സെൻട്രൽ സൗണ്ട് സിസ്റ്റം, മെഗാഫോൺ, മൈക്രോഫോൺ, ഗ്രാമഫോൺ ആൻഡ് മൈക്ക്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് വിഷ്വൽ എയ്ഡ്സ്. അപ്പം നമുക്ക് രണ്ടുണ്ട്, പ്രൊജക്റ്റഡ് ഉണ്ട്. പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതാണ് ഫിലിം സ്ട്രിപ്സ്, അതുപോലെ തന്നെ OHP, ഓവർ ഹെഡ് പ്രൊജക്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഈ OHP പ്രൊജക്ടറൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് അത് നിങ്ങൾ വരും, ഈ ഒരു സ്ലൈഡിൽ തന്നെ ഉണ്ട് അത്, OHP പ്രൊജക്ടർ. അതുപോലെ തന്നെ നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറയുന്നത്, വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രൊജക്റ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൊജക്റ്റഡ് എന്ന് പറയുന്നത്. അതിൽ ഓവർ ഹെഡ് ഉണ്ട്, ഓക്കെ, ഓവർ ഹെഡ് പ്രൊജക്ടർ ഉണ്ട്, ഫിലിംസ് ഉണ്ട്, ഫിലിം സ്ട്രിപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓവർ ഹെഡ് പ്രൊജക്ടറിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നൊരു പോയിൻ്റാണ് ഒപ്പേക്ക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഒപ്പേക്ക് പ്രൊജക്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് തന്നെ ധാരാളം. പിന്നെ നോൺ പ്രൊജക്റ്റഡിൽ അതിൽ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഗ്രാഫിക് എയ്ഡ്സ്. അതായത് ഗ്രാഫിക്സും കൂടി യൂസ് ചെയ്യുന്നതാണ്. കാർട്ടൂൺ, ചാർട്ട്, ഫ്ലാഷ് കാർഡ്, ഗ്രാഫ്, മാപ്സ്, പിക്ചേഴ്സ്, ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ഡ്രോയിങ്. അപ്പോൾ അതിൽ പ്രൊജക്റ്റഡിലെന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ഡിവൈസിൽ ഏതൊക്കെയാണ്? ഓവർ ഹെഡ് പ്രൊജക്ടർ ഉണ്ട്, ഒപ്പേക്ക് പ്രൊജക്ടർ ഉണ്ട്, ഫിലിംസ് ഉണ്ട്, ഫിലിം സ്ട്രിപ്പ് ഉണ്ട്. നോൺ പ്രൊജക്റ്റഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ഡിവൈസസ് അധികം യൂസ് ചെയ്യുന്നില്ല, എന്നാൽ എന്താ പറയുന്നത്, നമുക്ക്
കാണാനായിട്ട് പറ്റും. പൊതുവെ ഏതൊക്കെയാണ് ഗ്രാഫിക് എയ്ഡ്സിൽ വരുന്നതാണ് നമ്മുടെ കാർട്ടൂൺസ്, ചാർട്ട്, ഫ്ലാഷ് കാർഡ്, ഗ്രാഫ്, മാപ്സ്, പിക്ചേഴ്സ്, ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ഡ്രോയിങ്സ്. ഇനി പ്രിന്റഡ് എയ്ഡ്സ് എന്ന് പറയുന്നതാണ് ബുക്സ്, മാഗസീൻ, പാംപ്ലെറ്റ്സ് ആൻഡ് ലീഫ്ലെറ്റ്സ്. അപ്പോൾ പാംപ്ലെറ്റ്സും ലീഫ്ലെറ്റ്സും ഒക്കെ 2 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ട്. ഓക്കെ. പിന്നെ ഡിസ്പ്ലേ ബോർഡ്സ് ആണ് നമ്മുടെ ബുള്ളറ്റിൻ ബോർഡ്, ബ്ലാക്ക് ബോർഡ്, ഫ്ലനൽ ബോർഡ്. ഇപ്പോൾ ഫ്ലനൽ ബോർഡ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ലടാ, അതായത് ഇത് ഫ്ലനൽ ബോർഡാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു സെൻറ്ററിൽ ഇപ്പോൾ ടൈപ്സ് ഓഫ്, അതായത് വൈറ്റമിൻ എ റിച്ച് ഡയറ്റ് എന്ന് കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയൊക്കെ ചുമ്മാ, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ സെൻറ്ററിൽ ഞാൻ ജങ്ക് ഫുഡ്സ്, എന്നിട്ട് അതിൽ ചുറ്റും എന്താണ് ജങ്ക് ഫുഡ്സിൻ്റെ പിക്ചേഴ്സ് ഒട്ടിക്കുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഫ്ലാനൽ ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ മാഗ്നറ്റിക് ബോർഡ്, പെഗ് ബോർഡ്. പിന്നെ ഉള്ളതാണ് 3 ഡയമെൻഷണൽ എയ്ഡ്സ് എന്ന് പറയുന്നതാണ് മോഡ്സ്, അതുപോലെ തന്നെ സ്പെസിമെൻസ്, നമ്മൾ ലാബിലൊക്കെ കാണുന്ന സ്പെസിമെൻ, പപ്പെറ്റ്സ്, എക്സിബിറ്റ്സ് ആൻഡ് ഡയഗ്രാംസ്. ഇനി ആക്ടിവിറ്റി എയ്ഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫീൽഡ് ട്രിപ്പ്, അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ, ഡ്രാമ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോക്ക് ഡാൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുക. ഫസ്റ്റ് ഏതാണ്? ഓഡിയോ എയ്ഡ്സിൽ വരുന്നതാണ് നമ്മുടെ ടേപ്പ് റെക്കോർഡർ. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ റേഡിയോ ഉണ്ട്, ടേപ്പ് റെക്കോർഡർ ഉണ്ട്, സെൻട്രൽ സൗണ്ട് സിസ്റ്റം ഉണ്ട്, മെഗാഫോൺ, ഗ്രാമഫോൺ, മൈക്രോഫോൺ ആൻഡ് മൈക്ക്. ഓക്കെ. ഇനി വിഷ്വൽ എയ്ഡ്സിൽ വരുന്നതാണ്, പ്രൊജക്ടറിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? നമ്മുടെ ഓവർഹെഡ് പ്രൊജക്ടർ ഉണ്ട്, അതുപോലെ തന്നെ ഒപ്പേക്ക് പ്രൊജക്ടർ ഉണ്ട്, ഫിലിം ഉണ്ട്, ഫിലിം സ്ട്രിപ്സ് ഉണ്ട്. ഇനി അതിൽ വരുന്നതാണ് നോൺ പ്രൊജക്ടറിൽ വരുന്ന ഗ്രാഫിക്കിൽ. അപ്പോൾ കാർട്ടൂൺസ് ഉണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്, ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, ഓക്കെ, ഗ്രാഫ് ഉണ്ട്, ഫ്ലാഷ് കാർഡ്സ് ഉണ്ട്, അതൊക്കെയുണ്ട്, ഫോട്ടോഗ്രാഫ്സ്. ഇനി പ്രിന്റഡിൽ ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ പാംപ്ലെറ്റ്സ്, ലീഫ്ലെറ്റ്സ്, അതൊക്കെ. ഡിസ്പ്ലേ ബോർഡ്സ് ആണ് ബ്ലാക്ക് ബോർഡ്, ബുള്ളറ്റിൻ ബോർഡ്സ്, ഫ്ലാനൽ ബോർഡ്. ഇതെല്ലാം ഒന്ന് നിങ്ങളിപ്പോൾ അത്യാവശ്യം എഴുതുക, അത് നല്ലതായിരിക്കും. പിന്നെ 3 ഡയമെൻഷണൽ എയ്ഡ്സ് എന്ന് പറയുന്നത് പപ്പെറ്റ്സ്, അതുപോലെ തന്നെ സ്പെസിമെൻസ്, അതൊക്കെ. ഇനി ആക്ടിവിറ്റി എയ്ഡ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫീൽഡ് ട്രിപ്സ്, ഡെമോൺസ്ട്രേഷൻ, ഡ്രാമ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ്, ഫോക്ക് ഡാൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ഓക്കെ. ഇതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനിയുള്ളതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. കേൾക്കാനും കാണാനും പറ്റുന്നത് ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ഡെമോൺസ്ട്രേഷൻ, ഫിലിംസ് ആൻഡ് വീഡിയോ ടേപ്സ്. ഏതൊക്കെയാണ്? ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ഡെമോൺസ്ട്രേഷൻ, ഫിലിംസ് ആൻഡ് വീഡിയോ ടേപ്സ്. അപ്പോൾ ഏകദേശം നമുക്ക് വരാണ്. ഫ്ലാഷ് കാർഡ്സ് ഏതിൽ വരുന്നതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എസ് ഒബ്വിയസ്ലി ഇറ്റ് ഈസ് എ ഗ്രാഫിക് എയ്ഡ്സ്. ഗ്രാഫ്, ചാർട്ട്, മാപ്പ്, ഫോട്ടോഗ്രാഫ്സ്, ഡ്രോയിങ്സ് ഒക്കെ ഏതിലാണ് വരുന്നത്? ഗ്രാഫിക്കിലാണ്. പ്രിന്റഡിലാണ് നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ, ബുള്ളറ്റ്സ്, ലീഫ്ലെറ്റ്സ്, പാംപ്ലെറ്റ്സ് ഒക്കെ വരുന്നത്. ഡിസ്പ്ലേ ബോർഡ്സ്, ബുള്ളറ്റിൻ ബോർഡ്സ്, അതുപോലെ ബ്ലാക്ക് ബോർഡ്, മാഗ്നറ്റിക് ബോർഡ്, പെഗ് ബോർഡ്. 3 ഡയമെൻഷണൽ എയ്ഡ്സ് ആണ് നമ്മുടെ ഈ ഒരു എക്സിബിറ്റ്സ്, ഡയഗ്രാംസ് ഒക്കെ വരുന്നത്. ആക്ടിവിറ്റി എയ്ഡ്സിലാണ് ഡ്രാമ, അതുപോലെ എക്സ്പെരിമെൻറ്റ്, ഡെമോൺസ്ട്രേഷൻ ഒക്കെ വരുന്നത്. ഇനി AV എയ്ഡ്സിൽ വരുന്നത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ് ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ഡെമോൺസ്ട്രേഷൻ ആൻഡ് വീഡിയോ ടേപ്സ്. അപ്പോൾ ഇത്രയാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് AV എയ്ഡ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് സെലക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് പ്രസൻറ്റേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ കൺട്രോൾ, പ്രിൻസിപ്പിൾ ഓഫ് പ്രോപ്പർ പ്രസൻറ്റേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ. ഓക്കെ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സെലക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് പ്രസൻറ്റേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ കൺട്രോൾ, പ്രിൻസിപ്പിൾ ഓഫ് പ്രോപ്പർ പ്രസൻറ്റേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ. ഇതൊക്കെയാണ് നമ്മൾ ആ പറയുന്ന എന്താ പറയുന്നത് AV എയ്ഡ്സിൻ്റെ പ്രിൻസിപ്പിൾ. ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് തന്നെ പഠിച്ചു പോവുക, പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ, ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് പ്രസൻറ്റേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് പ്രോപ്പർ പ്രസൻറ്റേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് സെലക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഇതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് സെലക്ഷൻ. എങ്ങനെയാണ് നമ്മളതിനെ സെലക്ട് ചെയ്യുക? അതായത് AV എയ്ഡ് ഷുഡ് സ്യൂട്ട്, അതായത് ടീച്ചിങ് ഒബ്ജക്റ്റീവ്, യൂണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഏജ് ലെവലിനനുസരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഓക്കെ. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിൽഡ്രൻസിനൊക്കെ നമ്മൾ കുഞ്ഞി ഫ്ലാനൽ ബോർഡ്, അതുപോലെ തന്നെ ഈ കുഞ്ഞി എന്താ പറയുക ലീഫ്ലെറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ കാർട്ടൂൺസ് കാണിക്കുക, അതൊക്കെ ഏജിനനുസരിച്ച്. ഇപ്പോൾ എന്താ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ സ്ലൈഡ് ഷെയർ, അതൊക്കെയാണ് ഏറ്റവും നല്ലത്. ആൻഡ് ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ലോക്കലി അവൈലബിൾ മെറ്റീരിയലാണ്, കുറച്ചും അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നുമല്ല. ഓക്കെ. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഫിസിക്കൽ കൺട്രോൾ, അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊജക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എന്താണ് സേഫായിട്ടത് പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ. പ്രിൻസിപ്പിൾ ഓഫ് പ്രോപ്പർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് കെയർഫുള്ളി വിഷ്വലൈസ്, അതായത് നമുക്കിപ്പോൾ ഒരു ചാർട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്, അതിൽ ഞാൻ എൻ്റെ ലെറ്റേഴ്സും റൈറ്റിങ്സും ഒക്കെ ഭയങ്കര ചെറുതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് അവർക്ക് കാണാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അതും നോക്കണം.
ആൻഡ് അതുപോലെ തന്നെ അഡിക്വേറ്റ് ഹാൻഡിലിംഗ് ഉണ്ടാവണം. ഇനി പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഒരു മാക്സിമം ബെനിഫിറ്റ് ആ ഒരു സ്റ്റുഡൻസിന് കിട്ടണം. നമ്മളിതെല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഒരു ഔട്ട്കം വേണം. പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേഷൻ ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് എഴുതുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മൈൻഡിലുള്ള പോയിന്റ്സ് എല്ലാം നിങ്ങൾ ചെയ്യുക. ഇനി സോഴ്സസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത് എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും? ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രൊജക്ടർ ഉണ്ടാവും, OHP അതായത് ഓവർ ഹെഡ് പ്രൊജക്ടേഴ്സ് ഉണ്ടാവും, ഓരോ കാര്യങ്ങളുണ്ടാവും. അതുപോലെ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ, ഗവൺമെൻറ് നോൺ ഗവൺമെൻറ് അത് പഠിച്ചു. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉറപ്പായിട്ടുണ്ടാവും, പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഉണ്ടാവും. അതുപോലെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ വോളണ്ടറി ഓർഗനൈസേഷനിൽ പോസ്റ്റേഴ്സ്, ബുള്ളറ്റിൻ ബോർഡ്സ് ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ കൊമേഴ്ഷ്യൽ പ്രൊഡ്യൂസേഴ്സ് ഓഫ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ, അതായത് കൊമേഴ്ഷ്യൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ എവിടെ നമുക്ക് കിട്ടും? ഗവൺമെൻറ് നോൺ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും, പ്രൊഫഷണൽ ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടും, നാഷണൽ ഇൻ്റർനാഷണൽ വോളണ്ടറി ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒബ്വിയസ്ലി കിട്ടും, ആൻഡ് കൊമേഴ്ഷ്യൽ പ്രൊഡ്യൂസേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ ഇത്രയും എഴുതുമ്പോൾ തന്നെ, അതായത് നമ്മളൊരു ഇൻട്രൊഡക്ഷനിൽ എഴുതുമ്പോൾ തന്നെ അത്യാവശ്യം പേജ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഡെഫിനിഷൻ എഴുതി, അതിൻ്റെ പർപ്പസ് ആൻഡ് ഇമ്പോർട്ടൻസ് എഴുതി, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അത്യാവശ്യം തന്നെ നമുക്ക് എഴുതാനുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എഴുതി, ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് എഴുതിയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം എന്താണ്, ഇത് നിങ്ങൾ അത്രയും വലിച്ചു വരെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് പേജസ് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ തരുന്നു മാത്രം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ചോക്ക് ബോർഡ് ഓർ ബ്ലാക്ക് ബോർഡ്. വൺ ഓഫ് ദ വെരി വെരി ഫേമസ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞിലേ തൊട്ട് കണ്ടുവരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏവിയേഡാണ് നമ്മുടെ ചോക്ക് ബോർഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ പലതവണ ഓരോ 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് എ ചോക്ക് ബോർഡ് ഓർ ബ്ലാക്ക് ബോർഡ് is a slightly abrasive writing surface made of wood, ply, ഹാർഡ്ബോർഡ്, സിമെൻറ്റ്, ഗ്രൗണ്ട് ഗ്ലാസ്, ആസ്പെറ്റോസ്, സ്ലേറ്റ്, പ്ലാസ്റ്റിക് എക്സെട്ര. അതായത് ഇത് എന്തും കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വുഡും കൊണ്ട് ഉണ്ടാക്കാം, പ്ലൈവുഡും കൊണ്ട് ഉണ്ടാക്കാം, പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കാം, ആസ്പെറ്റോസ്, ഗ്രൗണ്ട് ഗ്ലാസ് ഇതിങ്ങൊക്കെ ഉണ്ടാക്കാം. എ ചോക്ക് ബോർഡ് ഇസ് ദ ഓൾഡസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ദ ടീച്ചർ. നമുക്കറിയാം, നമുക്ക് ഭയങ്കര ട്രഡീഷണലായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ പറയുന്ന ടീച്ചേഴ്സിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ പറയുന്ന ചോക്ക് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീൻ ഓർ ബ്ലൂയിഷ് ഗ്രീൻ പെയിൻ്റ് ആണ്. നമ്മൾ ചില ബ്ലാക്ക് ബോർഡിൽ എന്താണ് ബ്ലാക്ക് കളർ തന്നെയാണ് മിക്കപ്പോഴും അടിക്കുക, ചിലപ്പോൾ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ഗ്രീനും അതിലടിക്കും. അപ്പോൾ അത് തന്നെ നമ്മൾ എഴുതി. ഈ ചോക്ക് ബോർഡ് ഓർ ബ്ലാക്ക് ബോർഡ് ഇസ് എ ട്രെമൻഡസ് ഹെൽപ്പ് ടു ദ ടീച്ചർ ഫോർ എക്സ്പ്ലെയിനിങ്, ഇല്ലുസ്ട്രേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നോട്ട്സ് എല്ലാം ഇപ്പം മനസ്സിലാവാത്തതൊക്കെ നമുക്ക് ഈ പറയുന്ന ബ്ലാക്ക് ബോർഡിൽ എഴുതിയാണ് കൊടുക്കാവുന്നത്. വൺ ഓഫ് ദ വെരി ഓൾഡസ്റ്റ് മെത്തേഡാണ്. ഇനി അതിൻ്റെ യൂസാണ് നോക്കാനായിട്ട് പോകുന്നത്. ദ ടീച്ചർ ക്യാൻ ഇല്ലുസ്ട്രേറ്റ് ദ മെയിൻ പോയിന്റ്സ് ഓഫ് ദ ലെസൺ ഓൺ ദ ബ്ലാക്ക് ബോർഡ്. ഇപ്പോൾ നമുക്ക് മെയിൻ പോയിന്റ്സ് എല്ലാം ജസ്റ്റ് എന്താണ് ബുള്ളറ്റ് പോയിന്റ്സ് വെച്ച് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. അതാണ് യൂസസ് ഓഫ് എന്താണ് ചോക്ക് ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ ടീച്ചർ ക്യാൻ യൂസ് ദ ബ്ലാക്ക് ബോർഡ് ഫോർ ഗ്രാഫിക്സ്, സ്കെച്ച് അതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ഡെക്കറേറ്റീവ് വർക്കിന് യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൽ എഴുതാൻ പറ്റും, സമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും, ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റും, അത് പ്രോഗ്രസ് സ്റ്റാർട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റും. പ്യൂപ്പിൾസ് ഇൻട്രസ്റ്റ് ഇൻ ക്ലാസ് വർക്ക് ക്യാൻ ബി സ്റ്റിമുലേറ്റഡ് ബൈ ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് ആൻഡ് ഡ്രോയിങ്. ടീച്ചർ ക്യാൻ എറൈസ്, നമുക്ക് എറൈസ് ചെയ്തിട്ട് പിന്നെ എഴുതാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ അറ്റൻഷൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് റിവ്യൂ അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ തോന്നുമ്പോൾ അയ്യേ ഇതൊക്കെ എന്താ ഇങ്ങനെ പഠിക്കുന്നത്, ഇത് എഡ്യൂക്കേഷൻ്റെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുക. ചോക്ക് ബോർഡിലെ യൂസസ് ഞാൻ ഈ തന്നത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തൊക്കെയാണോ മനസ്സിൽ തോന്നുന്നത് കറക്റ്റായിട്ടോ നിങ്ങൾക്ക് എഴുതാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു വേ ഓഫ് ഇതാണ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്നാണ് തരുന്നത്. ഇനി റൂൾസ് ഇൻ യൂസിങ് ചോക്ക് ബോർഡ് ഓർ ബ്ലാക്ക് ബോർഡ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ചോക്ക് ബോർഡ് ഓർ ബ്ലാക്ക് ബോർഡ് ഷുഡ് ബി കെപ്റ്റ് ക്ലീൻ. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഒരു ടീച്ചർ, ഇപ്പോൾ ഒരു സയൻസ് ടീച്ചർ വന്നിട്ട് അവിടെ എന്താണ് എല്ലാം എഴുതി, അപ്പോൾ അടുത്ത ടീച്ചർ വരുമ്പോൾ അതിങ്ങനെ എഴുതാതെ കിടക്കുമ്പോൾ എന്താണ് അവർക്ക് എന്താ പോലെയാണ്. സോ നിങ്ങളത് ക്ലീൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ലാർജ് സൈസിലും ലെജിബിളും ആയിരിക്കണം. ഓക്കെ, അതിലാണ് എഴുതേണ്ടത്. ലാർജ് ആയിട്ടിരിക്കണം. സ്ട്രെയിറ്റ് റോസ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എടുക്കരുത്. നമ്മൾ ഇപ്പോൾ എഴുതുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബോർഡിൽ എഴുതുമ്പോൾ നമ്മളത് എന്താ പറയുന്നത് സ്റ്റുഡൻസിനെ നോക്കിയിട്ട് വേണം അത് എഴുതാൻ. അതുപോലെ കംപ്ലീറ്റ്ലി അത് ഓവർഫില്ല് ചെയ്യാൻ പാടില്ല. അബ്രിവേഷൻസ് യൂസ് ചെയ്യാൻ പാടില്ല. ക്ലാസ് അറ്റൻറ്റീവ് ആണെന്ന് നോക്കണം. കളേർഡ് ചോക്സ് എല്ലാം യൂസ് ചെയ്യണം.
അതുപോലെ തന്നെ ഒരു സൈഡിൽ യൂസ് ചെയ്യുക, അതായത് കവർ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇതൊക്കെയാണ് അതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ചോക്ക് ബോർഡിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോക്ക് ബോർഡ് എന്താണെന്ന് എഴുതി, അതിൻ്റെ യൂസസ് എഴുതി, അത് എങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ കളേർഡ് എഴുതുക, അതുപോലെ തന്നെ ഒരു സൈഡിൽ, അതായത് നമുക്കാണെങ്കിലും ചില സമയത്ത് മാംസ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റില്ല, അപ്പോൾ സൈഡിൽ നിൽക്കുക, അറ്റൻറ്റീവ് ആണോ എന്ന് നോക്കുക, അതുപോലെ തന്നെ ലാർജ് ആയിട്ട് എഴുതാൻ നോക്കുക, ചെറുതായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല അല്ലേ. ഇതൊക്കെയാണ് അറ്റൻറ്റീവ് ആണോ നോക്കുക, അതായത് സ്പേസ് ചെയ്ത് എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, അതാണ്. ഇനിയുള്ളതാണ് ചാർട്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് എന്താണ്, നമ്മൾ ഫസ്റ്റ് ചോക്ക് ബോർഡിനെ പറ്റിയാണ് പഠിച്ചത്. ചോക്ക് ബോർഡ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഈ ചാർട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, വിഷ്വലൈസ് ആണ് അല്ലേ. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചാർട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ചാർട്ട് എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, ടൈപ്സ് ഓഫ് ചാർട്ട് ഉണ്ട്, ഇതെങ്ങനെയാണ് ഇത് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റാണ് ചാർട്ട്സ്. Chart is combination of pictorial, graphic, numerical or vertical material which represent a clear visual summary. Ready-made charts are available for use in teaching in almost all areas in all syllabus. Automatically ready-made charts available ആണ്. നമുക്ക് വേണമെങ്കിൽ ടീച്ചേഴ്സിന് നമുക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. Chart can be defined as illustrative visual media for depicting a logical relationship between main ideas and supporting facts. നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കുമ്പോൾ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് അല്ല നോക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ എ റിച്ച് ഫുഡ്സ് ആണെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ഫുഡ്, ഓറഞ്ച്, സിട്രസ് ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിലെ മെയിൻ കണ്ടൻസ് മാത്രം അതിൽ ഇലൂസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ചാർട്ടിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് എല്ലാം തന്നെ അതിൽ കവർ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്, യൂഷ്വലി നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ പർപ്പസ് ഓഫ് ചാർട്ട് എന്ന് പറയുന്നത്, അതായത് ഫോർ ഷോയിങ് റിലേഷൻഷിപ്പ് ബൈ മീൻസ് ഓഫ് ഫാക്ട്സ്, ഫിഗേഴ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഫോർ പ്രസൻറ്റിങ് ദ മെറ്റീരിയൽ സിംബോളിക്കലി, അതായത് ഒരു സിംബോളിക് ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സമ്മറൈസിങ് ഇൻഫർമേഷൻ, ഫോർ ഷോയിങ് കണ്ടിന്യൂറ്റി ഇൻ പ്രോസസ്, ഫോർ ഷോയിങ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രക്ചർ, ഫോർ പ്രസൻറ്റിങ് അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് ഇൻ വിഷ്വൽ ഫോം, അതായത് ഐഡിയാസ് ഒരു വിഷ്വൽ ഫോംസിൽ കൊടുക്കുക, for creating problems and stimulate thinking, for motivating the students, for encouraging utilization of other media of communication. അതായത് ഒരു ചാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എയ്ഡാണ്. ആ ഒരു ചാർട്ടിൽ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുകയാണ്, ഒരു കോമൺ ഫോമാണ്, അതിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതെല്ലാം നമ്മൾ എന്താണ് ആ ഒരു ചാർട്ടിൽ കൊടുത്തേക്കുകയാണ്. ഇപ്പോൾ എനിക്കൊരു കാറ് വേണം, എനിക്ക് നല്ല ഹെൽത്തി ഫുഡ് വേണം, എനിക്ക് കുറേ പ്രൈസ് വേണം, ലാപ്ടോപ്പ് വേണം, ഇതെല്ലാം ഞാനൊരു ചാർട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കംപ്ലീറ്റ് ഐഡിയ അവിടെ കിട്ടും. അതാണ് പർപ്പസ് ഓഫ് ചാർട്ട് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ടൈപ്സ് ഓഫ് ചാർട്ടാണ്. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ട് ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും നോട്ട് ചെയ്യുക. ഫസ്റ്റാണ് നരേറ്റീവ് ചാർട്ട്. ഓക്കെ, നരേറ്റീവ് ചാർട്ട്. പിന്നെ ഉള്ളതാണ് ദ കോസ് ആൻഡ് എഫക്റ്റ് ചാർട്ട് എന്ന് പറയുന്നത്. കോസ് ആൻഡ് എഫക്റ്റ് ചാർട്ട്, ഇത് ഏതാണ് നമ്മൾ പറയുന്നത്, ടൈപ്സ് ഓഫ് ചാർട്ടാണ്. നരേറ്റീവ് ചാർട്ട് ഉണ്ട്, കോസ് ആൻഡ് എഫക്റ്റ് ചാർട്ട് ഉണ്ട്, ദ ചെയിൻ ചാർട്ട് ഉണ്ട്, എന്താ പറയുന്നത് ചെയിൻ ചാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ പുൾ ചാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഏറ്റവും നമ്മൾ കണ്ടുവരുന്ന ഫ്ലോ ചാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലിപ്പ് ചാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇവല്യൂഷൻ ചാർട്ടും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പിക്ചേഴ്സൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനിതിൽ പിക്ചേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അധികം സ്ലൈഡ് ഉണ്ടാവും, ക്ലാസ് ഭയങ്കര ലെങ്തിയാവും. അപ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. നിങ്ങൾ പൊതുവേ ഇതെല്ലാം എഡ്യൂക്കേഷനിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പിക്ചറായിട്ട് ചുമ്മാ വരയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പ്രസൻറ്റേഷനിൽ. അപ്പോൾ ഇത്രയാണ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പഠിക്കുക. ചാർട്ട് ടൈപ്സ് ഏതാണ്, നരേറ്റീവ് ചാർട്ട് ഉണ്ട്, ഓക്കെ, എഫക്റ്റീവ് ആൻഡ് കോസ് ചാർട്ട് ഉണ്ട്, ചെയിൻ ചാർട്ട് ഉണ്ട്, പുൾ ചാർട്ട് ഉണ്ട്, ഫ്ലോ ചാർട്ട് ഉണ്ട്, എവല്യൂഷൻ ചാർട്ട് ഉണ്ട്. ഓക്കെ, വാട്ട് ഈസ് എ നരേറ്റീവ് ചാർട്ട്? Arrangement of facts and ideas for expressing the events in the process of development of significant use to its point of resolution. We can show an improvement over a period of years. അതായത് നരേറ്റീവ് ചാർട്ട് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തേക്കുന്ന ഒരു കീ പോയിന്റ് ആണ്, അറേഞ്ച്മെൻറ്റ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഐഡിയാസ്. അതായത് ഫാക്ട്സും ഐഡിയാസും അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ്
ഒരു ഇവൻറ്റ്സ്, അതായത് ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസിൽ 1945 to 2025 വരെ നമ്മുടെ ആ ഒരു ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മളവിടെ നരേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റും ഈ ഒരു 3 ഇയറിൽ, അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, 12 5 ഇയർ പ്ലാൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇയർ തൊട്ട് 1955 തൊട്ടാണെങ്കിൽ ഈ ഒരു ഇത്രയും വർഷം വരെ, ഇപ്പോൾ നീതി ആയോഗിൻ്റെ വരെ ഉള്ള ടൈമാണ് നമ്മൾ എടുക്കണമെങ്കിൽ എന്താണ്, അവിടെ തൊട്ടുള്ള നമ്മുടെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഇല്യൂസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് നരേറ്റീവ് ചാർട്ട് എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് കോസ് ആൻഡ് എഫക്റ്റ് ചാർട്ട് എന്ന് പറയുന്നത്. അതായത് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫാക്ട് ആൻഡ് ഐഡിയാസ് ഫോർ എക്സ്പ്രസിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു സിസ്റ്റം ഓർ ബിറ്റ്വീൻ റൈറ്റ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് കോസ് ആൻഡ് എഫക്റ്റ്, ഒരു സൈഡിൽ കോസ്, ഒരു സൈഡിൽ എഫക്റ്റ്. ഓക്കെ, അതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി ചെയിൻ ചാർട്ട് എന്ന് പറയുന്നത് എ സർക്കുലർ ഓർ സെമി സർക്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഐഡിയാസ്. ഫോർ എക്സാമ്പിൾ സിട്രിക് ആസിഡ് സൈക്കിൾ, അതുപോലെ തന്നെ ലൈഫ് സൈക്കിൾ ഓഫ് മോസ്കിറ്റോ. അതായത് ലൈഫ് സൈക്കിൾ ഓഫ് മോസ്കിറ്റോ ഏതൊക്കെയാണ്, അതായത് ഫസ്റ്റ് എഗ് ഉണ്ടാവും, ലാർവ, പ്യൂപ്പ, പിന്നെ മോസ്കിറ്റോ. അതാണ് നമ്മളെ ഒരു ലൈഫ് സൈക്കിൾ. അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ സൈക്കിൾ കണ്ടിട്ടുണ്ടല്ലോ, ഇതൊരു മോസ്കിറ്റോ ആണെന്ന് വെക്കുക, അവിടെ എന്താണ്, ഇത് എക്സ് ആണ്, പിന്നെ എന്താണ്, ഇത് പ്യൂപ്പിയാന്ന് വെക്കുക, ഇതൊരു ലാർവയാന്ന് വെക്കുക. ഇതാണ് ചെയിൻ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നരേറ്റീവ് ചാർട്ട്, കോസ് ആൻഡ് എഫക്റ്റ് ചാർട്ട്, പിന്നെ ചെയിൻ ചാർട്ട് ഉണ്ട്. ഇനിയുള്ളതാണ് പുൾ ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പം ഇതൊന്നുമില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഇത് ഇങ്ങനെയായിരിക്കും. എന്നിട്ട് ഇവിടെ താഴെ പുള്ള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങൾ ഉള്ളിലായിരിക്കും നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പുള്ള് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഐഡിയാസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ കോസസ് ഓഫ് ഒവേറിയൻ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇനി ഫ്ലോ ചാർട്ട് എന്താണെന്ന് നമുക്കറിയാലോ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ AV എയ്ഡ്സ് കാണിക്കുകയാണ്, അതിൽ വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്, ഓഡിയോ എയ്ഡ്സ് ഉണ്ട്, അതുപോലെ 3 ഉള്ളതുണ്ട്. ഇതിൽ തന്നെ പ്രൊജക്റ്റഡ് ഉണ്ട്, നോൺ പ്രൊജക്റ്റഡ് ഉണ്ട്, ഇതിലും പ്രൊജക്റ്റഡ് ഉണ്ട്, നോൺ പ്രൊജക്റ്റ്. അതിൻ്റെ താഴെ ഇതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി ഫ്ലിപ്പ് ചാർട്ട് എന്ന് പറയുന്നതും നമ്മളൊരു സപ്പോർട്ടിങ് സ്റ്റാൻഡിൽ വെച്ചേക്കുവാണ്. ഇനി എവല്യൂഷൻ ചാർട്ട് എന്ന് പറയുന്നത് ഫാക്ട്സ് ആൻഡ് ഐഡിയാസ് ഫോർ എക്സ്പ്രസിങ് ചേഞ്ചസ് ഇൻ സ്പെസിഫിക് ഐറ്റംസ് ഫ്രം ബിഗിനിങ് ഡേറ്റ ഈസ് പ്രൊജക്ഷൻ ഇൻ ടു ഫ്യൂച്ചർ. എവല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ പാസ്റ്റിൽ നിന്നും ഒരു ഫ്യൂച്ചർ വരെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. അതാണ് ഈ പറയുന്ന ഫ്ലിപ്പ് ചാർട്ട് അല്ലെങ്കിൽ എവല്യൂഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ടൈപ്സ് മാത്രം എഴുതിയാൽ മതി, ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വേർഡിൽ നിന്ന് തന്നെ. ഇനി അടുത്തതാണ് എങ്ങനെയാണ് ഒരു ചാർട്ട് എഫക്റ്റീവ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ചാർട്ടാണ് ഏറ്റവും കൂടുതൽ നല്ല പ്രിഫേർഡ് ആയിട്ടുള്ളത്. അതുപോലെ സ്റ്റുഡൻസിനും ഈ ഒരു ചാർട്ട് വർക്ക്സ് നമ്മൾ കൊടുക്കണം. ചാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ലാർജ് ആയിരിക്കണം, കാരണം എവറി ഡീറ്റെയിൽ അവിടെ എന്താണ് വിഷ്വലൈസ് ചെയ്യാനായിട്ടുള്ള പാകത്തിന് വേണം. ഇപ്പോൾ പറയുന്ന ചാർട്ട് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിട്രിക് ആസിഡ് സൈക്കിളിനെയാണ് ഞാൻ ആ ചാർട്ടിൽ ഡെപ്പിക്റ്റ് ചെയ്യണമെങ്കിൽ അത് ക്ലിയർ ആയിട്ടുണ്ടാവണം. ഓക്കെ, ടു മച്ച് റൈറ്റിംഗ് ഉണ്ടാവാൻ പാടില്ല, ടു മെനി ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, എന്നാൽ എല്ലാം കവർ ചെയ്തവണാവണം, നീറ്റ് അപ്പിയറൻസ് ഉണ്ടാവണം. ഇത് പിന്നീട് എന്താണ്, ഇതൊരു ഹാങ്ങിങ് ചാർട്ടായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാകത്തിനുണ്ടാവണം. ആൻഡ് പോയിൻ്റർ വെച്ചിട്ട് വേണം നമ്മളിത് മീൻസ് ഇത് ഡെപ്പിറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് സ്ട്രെയിറ്റ് പിൻസ്, ചാപ്ലേഴ്സ്, ഗംഡ് ഹാങ്ങേഴ്സ്, പേപ്പർ ക്ലിപ്സ്, ഫോൾഡഡ് മേക്കിംഗ് ടേപ്സ് may all be used for fastening chart without damaging them. നമ്മൾ അങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യുക. ചാർട്ട് ഷുഡ് ബി കെയർഫുള്ളി സ്റ്റോർഡ് ആൻഡ് പ്രിസർവ്ഡ് ഫോർ യൂസ് ഇൻ ഫ്യൂച്ചർ. അതായത് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എടുത്തു വയ്ക്കുക. ഓക്കെ, അതൊക്കെയാണ് ചാർട്ടിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്കറിയാം പല ഗ്രാഫ് ഉണ്ട്, പിക്ടോഗ്രാഫ് ഉണ്ട്, ബാർ ഗ്രാഫ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ഉണ്ട്. നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്. ബാർ ഗ്രാഫ്, പൈ ഗ്രാഫ്, ലൈൻ ഗ്രാഫ് ഓർ കർവ് ഗ്രാഫ്, സർഫസ് ഗ്രാഫ്, കോളം ഗ്രാഫ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രാഫ്സ് എന്ന് പറയുന്നതാണ്. ഗ്രാഫ്സ് ആർ ഫണ്ടമെൻ്റലി എ ടൂൾ ഫോർ എക്സ്പ്രസിങ് നമ്പർ റിലേഷൻഷിപ്പ് which is much scarier to visualize than can be done if a statement were made only in words and figures. അതാണ് സംഭവം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പെർസെൻറ്റേജ് കാണിക്കുകയാണ്. ഇപ്പോൾ 90% ആളുകൾ പാസ്സായി, 100% ഫെയിലായി എന്നൊക്കെ, അത് വെറുതെ ഞാൻ പറയുന്ന കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ്, ഇതിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ, അങ്ങനെ ഈ ഒരു ഫോമിൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഏത് പോയിന്റിലാണ് ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്തതെന്ന് പറയുന്നത്.
Okay, graphs are flat pictures which employ dots, lines of pictures to visualize numerical and statistical data to show relationship or statistics. ഗ്രാഫ് ഡിഫൈൻഡ് ആസ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. അതായത് ഒരു ന്യൂമറിക്കൽ ഡേറ്റ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ അതുപോലെ വിഷ്വലി നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റും. യൂസസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് അറ്റൻഷൻ ആൻഡ് തിങ്കിങ് ക്യാപ്ചർ ചെയ്യും. അതുപോലെ തന്നെ ഒരു കണ്ടൻസ്ഡ് ഫോമിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. പ്രസൻറ്റിങ് ഇൻഫർമേഷൻ എഫിഷ്യൻ്റ്ലി, കോൺസെൻട്രേറ്റിംഗ് അബ്സ്ട്രാക്ട് ഐഡിയാസ്, സ്റ്റിമുലേറ്റിംഗ് ഇൻട്രസ്റ്റ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഗ്രാഫ് ഉണ്ട്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കൂടുതലും ഫിസിക്സ് മാത്സിലൊക്കെയാണ് നമ്മൾ സ്കൂളിൽ വെച്ച് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രാഫ്സ് ഡെപ്പിക്റ്റ് ചെയ്യുന്ന എന്താണ്, നമുക്ക് ഈസി ആയിട്ട് എന്താണ്, നമുക്കൊരു സെൻറ്റൻസ് ഇല്ലാതെ ഒരു ഗ്രാഫ് മാത്രം എഴുതിയാൽ തന്നെ നമുക്ക് ഏകദേശം മാർക്ക് കിട്ടാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ ടൈപ്സ് ഓഫ് ഗ്രാഫാണ്. ഫസ്റ്റാണ് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു എന്താ പറയുന്ന ബാർ ഗ്രാഫ് ഇസ് എ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ. ഇത് നിങ്ങൾ ജസ്റ്റ് പടം വരച്ചാൽ തന്നെ അവർക്കും മനസ്സിലാവും, നമുക്കറിയാം. പിന്നെ പൈ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഇത്രയും നൈട്രജൻ ആണെങ്കിൽ ഇത്രയും ഫോസ്ഫറസ്, ഇത്രയും ഓക്സിജൻ, അത് നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക. ഇവിടെ ഈ ഒരു ഇതാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്താണ്, ഓക്കെ, ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് പൈ ഗ്രാഫ് എന്ന് പറയുന്നത്. പിന്നെ ലൈൻ ഗ്രാഫ് ഓർ കർവ് ഗ്രാഫ് എന്ന് പറയുന്നതുണ്ട്. സർഫസ് ഗ്രാഫ് ഉണ്ട്, കോളം ഗ്രാഫ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലൂടെ തന്നെ പഠിക്കുക. ബാർ ഗ്രാഫ്, പൈ ഗ്രാഫ്, ലൈൻ ഗ്രാഫ്, കർവ് ഗ്രാഫ്, കോളം ഗ്രാഫ്, സർഫസ് ഗ്രാഫ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയുള്ളതാണ് എന്താണ് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് പോസ്റ്റർ എന്ന് പറയുന്നത്? നമ്മൾ ഇഷ്ടംപോലെ പോസ്റ്റേഴ്സ് എല്ലാം മേക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ലാർജ് പ്രിൻറ്റഡ് വിഷ്വൽ ഡിസ്പ്ലേ ദാറ്റ് കമ്പൈൻസ് ടെക്സ്റ്റ് ആൻഡ് ഇമേജസ് യൂസ് ടു കമ്മ്യൂണിക്കേഷൻ. അവിടെ ടെക്സ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ഇമേജസ് ഉണ്ടാവും. എന്താണ് ഇപ്പോൾ ഒരു പോസ്റ്റർ എന്തിനാണ് കൊടുക്കുന്നത്? ഒരു ബിഗ് പേപ്പർ വിത്ത് പിക്ചേഴ്സ് ആൻഡ് വേർഡ്സ് യൂസ് ടു ഗീവ് ഇൻഫർമേഷൻ ഓർ അവയർനെസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലേറിയ അല്ലെങ്കിൽ ഡെങ്കു ഫീവർ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അതെല്ലാം എന്താണ് പിക്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റിങ്സും അതിലുണ്ടാവും. ഒരു അവയർനെസ് കൊടുക്കാനുള്ള ഒരു ബിഗ് പേപ്പറാണ്. ഓക്കെ, അത് ക്ലിയർലി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ രണ്ട് ഇതുണ്ട്. ഇനി പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ, ഒരു സ്പെഷ്യൽ ജോബ് ചെയ്യാനായിട്ട്, ഒരു 1 പോയിന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ടു സപ്പോർട്ട് ലോക്കൽ ഡെമോൺസ്ട്രേഷൻ ആൻഡ് ലോക്കൽ എക്സിബിറ്റ്സ്, പ്ലാൻ ഫോർ സ്പെസിഫൈഡ് പീപ്പിൾ. അതായത് ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ റിച്ച് ഫുഡ്സ്, ഇപ്പോൾ പ്രഗ്നൻസി ടൈമിലുള്ള ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ. ടെൽ ദ മെസ്സേജ് ഇൻ സിംഗിൾ ഗ്ലാൻസ്, യൂസ് ബോൾഡ് ലെറ്റേഴ്സ്, യൂസ് സിമ്പിൾ ഫ്യൂ വേർഡ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കണം. ഇറ്റ് കണ്ടെയ്ൻ ഫസ്റ്റ് ഡിവിഷൻ, അനൗൺസ് ദ പർപ്പസ് ഓഫ് പ്രൊജക്ട്. സെക്കൻഡ് ഡിവിഷൻ, സെറ്റ് ഔട്ട് കണ്ടീഷൻ. ആൻഡ് തേർഡ് ഡിവിഷൻ എന്ന് പറയുന്ന റെക്കമെൻഡ് ആക്ഷൻ. ഫസ്റ്റ് എന്ന് പറയുന്ന പർപ്പസ് ഓഫ് പ്രൊജക്റ്റ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നത്. സെക്കൻഡ് അതിൻ്റെ കണ്ടീഷൻ ആൻഡ് റെക്കമെൻഡ് ആക്ഷൻ. ഇറ്റ് ഷുഡ് ബി പ്ലേസ് വെയർ പീപ്പിൾ പാസ് ഓർ ഗ്യാദർ ടുഗദർ. അതായത് ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ വയ്ക്കാം. ഓക്കെ, ആൻഡ് പ്ലീസിങ് കളേഴ്സ് യൂസ് ചെയ്യുക. യൂസ് ബോൾഡ് ലെറ്റേഴ്സ് 20x30 ഈ ഒരു റേഞ്ചിൽ വേണം ഉണ്ടാവാൻ. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് പോസ്റ്റർ എന്ന് പറയുന്നത് ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യും. ടു മേക്ക് ആൻ ഇൻസ്റ്റൻറ്റ് അപ്പീൽ, to convey single idea or few ideas, to be understood at a glance. ഒറ്റൊരു ഇതിൽ തന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. കോംപ്രിഹെൻസീവ് അറ്റ് എ ഡിസ്റ്റൻസ് ആൻഡ് സഫിഷ്യൻ്റ്ലി ക്ലിയർ. സ്യൂട്ടബിൾ ഫോർ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽസിലെല്ലാം ഇമ്പോർട്ടൻസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, ഇമ്പോർട്ടൻസ് ഓഫ് COVID-19 വൈറസിൻ്റെ സമയത്ത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന മാസ്ക്, സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പോസ്റ്റേഴ്സ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതാണ് സംഭവം. ഇനിയുള്ളതാണ് ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫ്ലാഷ് കാർഡ്സ് എ സീരീസ് ഓഫ് കാർഡ് വിച്ച് ഫ്ലാഷ് ദ ക്ലാസ് ടു ബ്രിങ് എനി ഐഡിയ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലാഷ് കാർഡ് ഇങ്ങനെയായിരിക്കും. എങ്ങനെ, നമ്മൾ ഫ്രണ്ടിൽ ഒരു ഐഡിയ കൊടുക്കും ആൻഡ് ബാക്കിലായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ദ സൈസ് ഓഫ് ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് 10 inches into 12 inches or 22 inches into 28 inches. അതാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ചെറുതുമാവും വലുതുമാവും. അപ്പോൾ 10 into 12 അല്ലെങ്കിൽ 22 to 28 inches. ഓക്കെ, ഇനി യൂസസ് ഓഫ് ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് എനാബിൾ ദ ഓഡിയൻസ് ടു ലുക്ക്, ലിസൺ ആൻഡ് ലേൺ. ഇറ്റ് ഗീവ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് സബ്ജക്റ്റ്, ക്യാപ്ചേഴ്സ് അറ്റൻഷൻ. ഇറ്റ് മേക്ക്
ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റിമുലേറ്റ് ക്യൂരിയോസിറ്റി. ഗൈഡ് ലൈൻസിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് 10x12 അല്ലെങ്കിൽ 20x28 ആണ്. ഇത് സ്മോൾ ഗ്രൂപ്പ്സ് ആണ്, ഏകദേശം 30 പീപ്പിൾസിന് മാത്രം ഇത് യൂസ് ചെയ്യണം. മെസ്സേജ് എന്ന് പറയുന്നത് ബ്രീഫ് ആയിരിക്കണം. ഫോട്ടോഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്യണം. 10 to 12 കാർഡ്സ് എന്ന് പറയും. 12 കാർഡ്സ് ആണ് ഇപ്പോൾ ഒരു ഇതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് സംഭവം. ഇനി ഇൻസ്ട്രക്ഷൻ ഫോർ ദ ടീച്ചേഴ്സ് ടു യൂസ് ഫ്ലാഷ് കാർഡ്. Okay, a series or set of cards can be prepared on a single topic, put in sequential order before starting the information. The story on each card must be familiar, must use simple words and local terminology. അതൊക്കെയാണ് സംഭവം. യൂസ് പോയിന്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫ്ലാഷ് കാർഡിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് ഫ്ലണൽ ഗ്രാഫ് എന്ന് പറയുന്നത്. ഫ്ലണൽ ഗ്രാഫ് ഈസ് എ തിക്ക് പീസ് ഓഫ് കാർഡ്ബോർഡ് ഓർ പ്ലൈവുഡ് ഓർ വുഡൻ ബോർഡ് 3x4 size, in which a rough piece of flannel is stretched or fastened tightly with the drawing pins. The item should be displayed. Pictures, drawing, photographs should have been flannel or sandpaper pasted on the backside. It can be used throughout discussion whenever need. Item can be placed and explained. If the purpose served items has to be removed, the pictures which are selected should be attractive and sufficiently large enough. ഫ്ലനൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ്, ഒരു വലിയൊരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ വുഡൻ ബോർഡ് അവിടെ പ്രിപ്പയർ ചെയ്തേക്കണം. എന്നിട്ട് നമ്മൾ എന്താണ്, ഇപ്പോൾ ടൈപ്സ് ഓഫ് ഫുഡാണ്, അപ്പോൾ ടൈപ്സ് ഓഫ് എന്താ പറയുന്നത് ഫ്രൂട്ട്സ് ആണ് നമ്മൾ പഠിപ്പിക്കാൻ പോകണമെങ്കിൽ അവിടെ എന്താണ്, ഇപ്പോൾ ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, ഗ്രേപ്സ് ഇത് നമ്മൾ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുക്കുക. ഓക്കെ, ഈ പിക്ചേഴ്സ് എല്ലാം എടുക്കുക. അതാണ് സംഭവം. ഫ്ലനൽ ഗ്രാഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വയ്ക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു വുഡൻ ബോർഡ് എടുക്കുകയാണ്, അതിൽ ഞാൻ ഫസ്റ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് ഇങ്ങനെ പിന്ന് വെച്ച് അല്ലെങ്കിൽ 2 സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സ്, ഇപ്പം മാംഗോ, ഓറഞ്ചസ് എല്ലാം വെക്കുമ്പോൾ അവിടെ എന്താണ് നല്ലോണം അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനിയുള്ളതാണ് ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറയുന്നത്. ബുള്ളറ്റിൻ ബോർഡ് വിൽ ബി യൂസ് ഫോർ ബോത്ത് ഇൻഫോർമേഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ പർപ്പസ്. ഇറ്റ് ഈസ് സിമ്പിൾ ഡിവൈസ് പ്ലേസ് ഐദർ ഇൻഡോർ, അത് ഇൻഡോറിലാവാം ഔട്ട്ഡോറിലാവാം, കെപ്റ്റ് ഇൻ എ സ്യൂട്ടബിൾ പ്ലേസ്. ഇറ്റ് ക്യാൻ പ്രൊവൈഡ് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ ഓൾ ഡിസ്പ്ലേ ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് ക്രിയേറ്റീവ് വർക്ക്സ് ഓഫ് സ്റ്റുഡൻസ്. അതായത് നമ്മുടെ ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾസിൽ ബുള്ളറ്റിൻ ബോർഡ്സ് ഉണ്ടാവും, അതിൽ നമ്മളിങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഡെഫിനിഷൻ: A bulletin board is a display board which shows the visual learning material on a specific subject. അതാണ് ബുള്ളറ്റിൻ ബോർഡ്. ഇപ്പോൾ ബുള്ളറ്റിൻ ബോർഡ്സിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫ്സ്, കട്ട്ഔട്ട്സ്, ഇലൂസ്ട്രേഷൻ, പബ്ലിക്കേഷൻ, ഡ്രോയിങ്സ്, അതുപോലെ തന്നെ സ്പെസിമെൻസ്, ന്യൂസ് പേപ്പേഴ്സ്, പേസ്റ്റിംഗ് അപ്പ് ഓഫ് അനൗൺസ്മെൻറ്റ്, അസൈൻമെൻറ്റ്, ഡിസ്റ്റിങ്ഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. ഇതൊക്കെ എന്താണ്, നമുക്കിപ്പോൾ നമ്മളിങ്ങനെ ഓരോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഇപ്പോൾ നമ്മൾ നമ്മുടെ റിസൾട്ട്സ് എല്ലാം അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അത് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. യൂസസ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ദ ഐഡിയാസ്, ടു മോട്ടിവേറ്റ് ദ ലേണർ. ഇപ്പോൾ ഫസ്റ്റ് ആയ സ്റ്റുഡൻസിനൊക്കെ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക, അതൊക്കെയാണ് സംഭവം. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ദ ബോർഡ് ഫോർ പോസ്റ്റിംഗ് നോട്ടീസ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ് ഫ്രം ദോസ് ഫോർ കറൻറ്റ് ഈവൻറ്റ്സ് ആൻഡ് സ്റ്റഡീസ്. ദ അപ്പിയറൻസ് ഷുഡ് ബി നീറ്റ് ആൻഡ് അട്രാക്റ്റീവ്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, യൂസ് ഓഫ് ബുള്ളറ്റിൻ ബോർഡ് ഇൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ആൻ എയ്ഡ് ടു ക്ലാസ് റൂം ടീച്ചിങ്, ടു ഡിസ്പ്ലേ ദി യൂണിറ്റ് പ്ലാൻസ് ഇൻ കോറിഡോർസ്, റീക്രിയേഷൻ റൂം, അതൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവും. ഇനിയുള്ളതാണ് കാർട്ടൂൺസ് എന്ന് പറയുന്നത്. Cartoon നമുക്കറിയാം is a very humorous caricature which gives a suitable message. In a cartoon, the features or objects and peoples are exaggerated along with generally recognized symbols. Symbols used should be familiar and represent the concept or ideas which student can react intellectually. അപ്പോൾ source of cartoons, main source of cartoon are periodical. Newspaper carry cartoon daily which are either political or social nature. അതായത് നമ്മൾ കാർട്ടൂൺസ് കണ്ടിട്ടില്ലേ, അതായത് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു കാരിക്കേച്ചറാണ്. ഇപ്പം നമ്മൾ കാർട്ടൂൺസിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ എന്താ കോമഡി ആയിട്ട് ഇങ്ങനെ പൊളിറ്റിക്കൽ ഫോംസിൽ, ഇപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മുൻഷിയുടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാര്യങ്ങൾ. അപ്പം മെയിൻ സോഴ്സ് ഓഫ് പിന്നെ യൂസ് ഓഫ് കാർട്ടൂൺ ലേണിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം. അതായത് നമ്മൾ ബാലരേമ, അത് തന്നെയാണ് ആ സാധനം. അതായത് നമ്മൾ ബാലരേമയിൽ കുട്ടൂസൻ്റെ ഡാഗിനിയുടെ കഥ, അതാണ് സംഭവം, അതാണ് കാർട്ടൂൺ എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഷുഡ് ബി സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ അത് യൂസ് ചെയ്യപ്പോൾ. ഓക്കെ, ഇനി 3 ഡയമെൻഷണൽ എയ്ഡ്സിൽ വരുന്നതാണ് നമ്മുടെ ഏതൊക്കെയാണ്: ഒബ്ജക്റ്റ്, സ്പെസിമെൻ, മോഡൽസ്, ഫങ്ഷൻസ് ഓഫ് മോഡൽസ്, പപ്പറ്റ്സ്. ഇനിയുള്ളതാണ് പ്രിൻ്റഡ് എയ്ഡ്സിൽ പാംപ്ലെറ്റ്സ്, ലീഫ്ലെറ്റ്സ്, അതൊക്കെയാണ് നമുക്കിനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്, കാരണം ഇത് അധികം നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇതുണ്ട്.
അപ്പോൾ ഫസ്റ്റ് 3-dimensional aids എന്ന് പറയുന്നത് 3-dimensional aids serves as a good substitute for real objects. അതാണ് സംഭവം. അപ്പോൾ ഇതിൽ ഫസ്റ്റാണ് ഒബ്ജക്ട്സ് ബ്രോഡ് ഫ്രം ഇറ്റ്സ് നാച്ചുറൽ സിറ്റിംഗ് ഇൻ ടു ക്ലാസ് റൂം. ഫോർ എക്സാമ്പിൾ ഫോർസെപ്സ്, തെർമോമീറ്റേഴ്സ് ഒക്കെ കാണിച്ച് തന്നെ കൊടുക്കുക. അതുപോലെ സ്പെസിമെൻ എന്ന് പറയുന്നത് ഈ ഹേർട്ടിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. മോഡൽസ് എന്ന് പറയുന്നത് റിയൽ ഒബ്ജക്ട്സ്, ഇപ്പോൾ നമ്മൾ അനാറ്റമിക്കൽ മോഡൽസ്, അതുപോലെ തന്നെ ഈ ക്ലേ, അതൊക്കെ നമ്മൾ കാണിക്കുക. അതൊക്കെയാണ് ഈ മോഡൽസ് 3-dimensional aids എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് മോഡൽ എന്ന് പറയുന്നത് സ്കെയിൽ മോഡൽ, സിംപ്ലിഫൈഡ് മോഡൽ, വർക്കിംഗ് മോഡൽ, ക്രോസ് സെക്ഷണൽ മോഡൽ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഏതൊക്കെയാണ്? ഇപ്പോൾ മോഡൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ഈ പറയുന്ന വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ മോഡൽസൊക്കെ ഞങ്ങൾ ഇങ്ങനെ കോളേജിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ. പിന്നെ വർക്കിംഗ് മോഡൽ നമ്മൾ ഈ പറയുന്ന ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 2 ബാറ്ററിയും കുറച്ച് വയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, സിംപ്ലിഫൈഡ് മോഡൽ. പിന്നെ വർക്കിംഗ് മോഡൽ, അതുപോലെ ക്രോസ് സെക്ഷൻ മോഡൽ. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? 3D ഡയമെൻഷനിൽ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്, സ്പെസിമെൻ ഉണ്ട്, അതുപോലെ തന്നെ മോഡൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പം സിംപ്ലിഫൈഡ് മോഡൽ ഉണ്ട്, സ്കെയിൽ മോഡൽ ഉണ്ട്. ഇപ്പോൾ സ്കെയിൽ മോഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആനിമൽ, ഫിഷിൻ്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുക. വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത് ഫീറ്റൽ സർക്കുലേഷൻ, അത് കാണിക്കുക. ക്രോസ് സെക്ഷണൽ മോഡൽ എന്ന് പറയുന്നത് അത് ക്രോസ് സെക്ഷണൽ ഓഫ് ബ്ലഡ് വെസൽ, ഉള്ളിലെ ട്യൂണിക്ക, മീഡിയം, അതൊക്കെ. പിന്നെ അതൊക്കെയാണ് സംഭവം. ഇനിയുള്ളതാണ് പപ്പറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പപ്പറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കൂടുതലും നോർത്ത് ഇന്ത്യൻ സൈഡ്സിലാണ് ഈ പപ്പറ്റ് ഷോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ക്ലാസ് റൂമിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പപ്പറ്റ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് പ്യൂപ്പ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് 1 word ക്വസ്റ്റ്യൻ. ഡിറൈവ്ഡ് ഞാൻ എന്തിനാണ് ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 word ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ടാണ്. MCQ. ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് പ്യൂപ്പ വിച്ച് മീൻസ് ഡോൾ. The word pupet today only means a figure which fits over the hand like a glove. It's operated from behind. അതായത് പുറകിൽ ഒരാൾ എന്താണ് ഈ ഒരു പപ്പറ്റ്സ് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹാൻഡ് പപ്പറ്റ് ഉണ്ട്, റോഡ് പപ്പറ്റ് ഉണ്ട്. നമ്മൾ കൊച്ചു ടിവിയിലൊക്കെ ഈ പറയുന്ന ഗ്ലൗ ആൻഡ് ഹാൻഡ് പപ്പറ്റ്സ് കണ്ടിട്ടുണ്ട്. ഗ്ലൗ ആൻഡ് ഹാൻഡ് പപ്പറ്റ്സ്, ഹാൻഡ് പപ്പറ്റ് ഉണ്ട്, സ്ട്രിങ് പപ്പറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഷാഡോ പപ്പറ്റും ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഹാൻഡ് പപ്പറ്റ്, റോഡ് പപ്പറ്റ്, ഗ്ലൗ ആൻഡ് ഹാൻഡ് പപ്പറ്റ്, സ്ട്രിങ് പപ്പറ്റ് ആൻഡ് ഷാഡോ പപ്പറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹാൻഡ് പപ്പറ്റ് എന്ന് പറയുന്നത് സിമ്പിളസ്റ്റ് ആണ്, ജസ്റ്റ് കൈ പിടിക്കുക ചെയ്യുക. റോഡ് പപ്പറ്റ്സ് ആർ ഓപ്പറേറ്റഡ് ഫ്രം ബിലോ ദ സ്റ്റേജ് ബൈ കോമ്പിനേഷൻ ഓഫ് റോഡ്സ്, അതായത് കയറ് വെച്ചിട്ട് ചെയ്യുക. ഗ്ലൗ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് കൈയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം ഇൻസേർട്ട് ചെയ്തിട്ട്. പിന്നെ സ്ട്രിങ് പപ്പറ്റ് എന്ന് പറയുന്നത് മൂവബിൾ ലിംസ്, അതായത് താഴത്തെ കാല് കയറ് വെച്ചിട്ട് കെട്ടുക, അങ്ങനെ. പിന്നെ അതുപോലെ ഷാഡോ പപ്പറ്റ്സ് എന്ന് പറയുന്നത് ഷാഡോ ഓഫ് ഹാൻഡ്സ് ആൻഡ് ഡോൾസ് ആർ യൂസ്ഡ്. അതാണ് സംഭവം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോപ്പറേഷൻ ഉണ്ടാവും ചിൽഡ്രൻസിന്, അതുപോലെ ഒരു ഇമാജിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു വളരെ നല്ലൊരു ഫോമാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലർ അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഏജിനനുസരിച്ച് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയുള്ളതാണ് പ്രിൻറ്റഡ് എയ്ഡ്സ് ഓർ മീഡിയ. അതിൽ വൺ ഓഫ് ദ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പാംപ്ലെറ്റ്സ് ആൻഡ് ലീഫ്ലെറ്റ്സിൻ്റെ ഒരു ഡെഫിനിഷൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ സ്ലൈഡ്സ് OHP. ഓക്കെ, ഇതെന്ന് തന്നെ ഇപ്പം തന്നെ തീരും. സോ ഓക്കെ, സോ ഡോണ്ട് വറി. സോ നമുക്ക് ഇതിൽ എന്താണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്? ഓക്കെ, പാംപ്ലെറ്റ്സ്. വാട്ട് ആർ ദ പാംപ്ലെറ്റ്സ്? A small booklet of leaflet containing information or argument about single substance. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു പാംപ്ലെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ എഴുതാം: പ്രിൻറ്റഡ് എയ്ഡ് ഓർ മീഡിയ ഫോർ വാട്ട് ഇറ്റ് ഈസ് യൂസ് ടു ഇൻഫോം, ടു മോട്ടിവേറ്റ് ഓർ ഇൻസ്ട്രക്ട് ലീഡേഴ്സ്. അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻഫോം ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ എന്തിനോ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന പ്രിൻറ്റഡ് എയ്ഡ്സ് ഓർ മീഡിയ എന്ന് പറയുന്നത്. അതിൽ 2 മാർക്സിൽ ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ആർ പാംപ്ലെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്മോൾ ബുക്ക്ലെറ്റ് ആണ്, ഭയങ്കര ചെറിയൊരു സ്മോൾ ബുക്ക്ലെറ്റ് ആണ്. ബുക്ക്ലെറ്റ് ഓഫ് ലീഫ്ലെറ്റ്. ലീഫ്ലെറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ, അതിൻ്റെ ഇത് ലീഫ്ലെറ്റ് കണ്ടെയ്നിങ് ഇൻഫോർമേഷൻ, അതായത് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ്
ഓഫ് സിംഗിൾ സബ്ജക്റ്റ്. ഓക്കെ, അതാണ് സംഭവം. ഇനി എന്താണ് ലീഫ്ലെറ്റ്? ലീഫ്ലെറ്റ് എന്ന് പറയുന്നത് എ പ്രിന്റഡ് ഷീറ്റ് ഓഫ് പേപ്പർ, അതായത് ഒരു പ്രിന്റഡ് ഷീറ്റ് ഓഫ് പേപ്പർ ആണ്, അത് പ്രിന്റ് ചെയ്തിട്ടാണ്. കണ്ടെയ്നിങ് ഇൻഫർമേഷൻ ഓർ അഡ്വർടൈസിങ് ആൻഡ് യൂഷ്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ. ഇത് യൂഷ്വലി ഫ്രീ ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മളിത് എഡ്യൂക്കേഷനിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോഴ്സസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ കോസസ് ഓഫ് ഫീവർ എന്ന് പറയുന്നത് എടുക്കുകയാണെങ്കിൽ അവിടെ ക്ലൈമറ്റിക് ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാനാണെങ്കിൽ ഒരു ലീഫ്ലെറ്റ്സിൽ കൊടുക്കുകയാണ്. ആ സെയിം ലീഫ്ലെറ്റ്സ് തന്നെ കുറേ പേർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇതേ സെയിം ലീഫ്ലെറ്റ്സ് ഞാനൊരു ബുക്ക്ലെറ്റ് ആയിട്ട് യൂസ് ചെയ്യാണ്. വേർഡ് ഷുഡ് ബി ക്ലിയർ, കൺസൈൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഷോർട്ട്. സെൻറ്റൻസ് ഷുഡ് നോട്ട് ബി ടു ക്ലംസി, ക്രൗഡഡ് ആയിരിക്കില്ല, നല്ല സ്പേസിങ് ഉണ്ടാവണം. ആൻഡ് സൈസ് ഓഫ് ദ പേപ്പർ എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 20 to 30 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്ത്. ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്, 10 to 20 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ബോത്ത് സൈഡ്സും പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് പോയിൻറ്റ്സിൽ നമ്മൾ എലിസിറ്റ് ചെയ്യുക, അത് ഐ മീൻ ഇങ്ങനെ കൊടുക്കുക. ലെറ്റർ സൈസ് ഓഫ് ഹെഡിങ് എന്ന് പറയുന്നത് കുറച്ച് ബിഗ്ഗർ ആയിരിക്കണം. ആൻഡ് പോയിൻറ്റ്സ് അതിലൂടെ കുറച്ചുകൂടെ ചെറുത്. അതാണ് സംഭവം. ഇനിയുള്ളതാണ് സ്ലൈഡ്സ് എന്ന് പറയുന്നത്. ഇതൊരു പ്രൊജക്റ്റഡ് മീഡിയ ആണ്. അതെന്താണ്, നമുക്കറിയാം അഡ്വാൻറ്റേജസ് ഓഫ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് ആർ ട്രാൻസ്പെറൻറ്റ് പിക്ചേഴ്സ് പ്രൊജക്റ്റഡ് ബൈ ഷൈനിങ് ലൈറ്റ് ത്രൂ ദം. കോമൺലി യൂസ് സൈസ് ഓഫ് സ്ലൈഡ്സ് 2x2 and 3:1/4 ആണ്. Slides can be made from photographs and pictures by teachers and pupils taking photographs and snapshot when they go on field trips or historical. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സ്ലൈഡ് അറ്റൻഷൻ, അതൊക്കെയാണ് സംഭവം. ഇനിയുള്ളതാണ് OHP. OHPയുടെ ഫുൾ ഫോം എലാബറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ഓവർ ഹെഡ് പ്രൊജക്ടർ. ഇതാണ് OHP. നമ്മൾ ഈ പറയുന്ന എവിടെയാണ്, ഇവിടെ ഒന്നുമില്ല, ഇവിടെ നമ്മൾ നമ്മുടെ പേപ്പർ വയ്ക്കും, എന്നിട്ട് നമുക്കത് വാളിൽ ഇങ്ങനെ ആ റൈറ്റിങ്സ് കാണാനായിട്ട് പറ്റും. അത് കുറച്ച് വലുതാക്കണം. ഓക്കെ, overhead projector is a projecting media on which with the help of transparencies or overhead transparency file group education can be given. While using OHP the teacher can maintain eye contact with the students. അതായത് ഇതുവഴി നമുക്ക് ഐ കോണ്ടാക്ട് ജസ്റ്റ് വെച്ചാൽ മതിയല്ലോ, അവർക്കത് കാണാനായിട്ട് പറ്റും, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. A4 സൈസ് പേപ്പേഴ്സ് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് വലുതായിട്ട് എടുക്കുക. നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് തന്നെ ഇതിൽ കൊടുക്കാനായിട്ട് നോക്കുക. സ്പിരിറ്റ് ബേസ്ഡ് പെൻസ് ഹൂസ് ഇമേജസ് ആർ പെർമനൻറ്റ്. വാട്ടർ ബേസ്ഡ് പെൻസ് ഹൂസ് ഇമേജ് ക്യാൻ ബി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ സ്ലൈഡ് കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. ഓക്കെ, യൂസിങ് ഓഫ് ഓവർ ഹെഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത് ഓക്കെയാണ്, അത് തന്നെയാണ്. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇത് നമുക്ക് അവിടെ താഴെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി വാളിൽ അത് പ്രൊജക്റ്റ് ആവും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് നമ്മൾ വരച്ചതൊക്കെ നമുക്ക്. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് അതൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ OHPയുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ എഴുതാം, എക്സ്പെൻസീവ് ആണ്, ഡിഫിക്കൽട്ട് ടു ട്രാൻസ്പോർട്ടാണ്, കുറച്ച് വലുതാണ്. ഇപ്പോൾ വൈറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. വൈറ്റ് സ്ക്രീൻ ഉണ്ടെങ്കിലാണ് അത് യൂസ്ഫുൾ ആവത്തുള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനിയുള്ളതാണ് ഫിലിംസ്. നമ്മൾ പണ്ടത്തെ കാലത്താണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിങ്ങനെ ഫിലിം സ്ട്രിപ്സ് കണ്ടിട്ടുണ്ട്, പണ്ടത്തെ ഫോട്ടോസ്, അതായത് ഞാൻ ചെറുതിലെ. അപ്പോൾ അതെന്താണ്, ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിൽ പിക്ചേഴ്സ് ഓർ ഇമേജസ് ആണ്. 335 mm ഫിലിമാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ഇത് ഒരു സിംഗിൾ ഫ്രെയിമാണുള്ളൂ. ഇത് യൂഷ്വലി ഇത് എക്സ്പെൻസീവ് ആണ്. പിന്നെ ടെലിവിഷൻ എന്ന് പറയുന്നത് 2 kinds of licensed TV station, commercial and education. അതൊക്കെയാണ് ടെലിവിഷൻ. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. വീഡിയോ കാസറ്റ് റെക്കോർഡർ, പിന്നെ മൈക്രോസ്കോപ്പ്, LCD പാനൽസ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ് ഈ പറയുന്ന LCD പാനൽസിനെ പറയുക. ഒരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. LCDയുടെ ഫുൾ ഫോം ജസ്റ്റ് നോക്കുക, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് അറിയാമല്ലോ, വൈഡ് ഫോം ഓഫ്. ഇത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതും. പിന്നെ കമ്പ്യൂട്ടേഴ്സും അറിയാം.
ആൻഡ് ഓഡിയോ എയ്ഡ്സിൽ ടേപ്പ് റെക്കോർഡറിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. ടേപ്പ് റെക്കോർഡർ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ മീഡിയാസിലും കാര്യങ്ങളും ചോദിക്കാൻ ചാൻസ് ആയിട്ടുള്ളത്. എല്ലാം കംപ്ലീറ്റ്ലി ഈ ഒരു ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് തൊട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഇത് അത്യാവശ്യം കുറേ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, സോ എന്താണ് എഡ്യൂക്കേഷൻ മീഡിയ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പോവുകയാണ്. ഇതിനെ നമുക്ക് വേറെ ഓഡിയോ വിഷ്വൽ മീഡിയ, AVIs, ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇൻസ്ട്രക്ഷണൽ മീഡിയ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്കറിയാം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രയാങ്കുലർ പ്രോസസ് ഓഫ് ലേണിംഗ് ആണ് മോട്ടിവേഷൻ, ക്ലാസിഫിക്കേഷൻ, സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പർപ്പസ് ആൻഡ് നീഡ്സ് എന്താണ്? ഇംപ്രൂവ് ആൻഡ് മേക്കിംഗ് ടീച്ചിങ് എഫക്റ്റീവ്, എനേബിൾ ഓഡിയൻസ് ടു ലുക്ക്, ലിസൺ ആൻഡ് ലേൺ, അതൊക്കെയാണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഡിയോ എയ്ഡ്സിൽ വരുന്നതാണ് റേഡിയോ, ടേപ്പ് റെക്കോർഡർ, സെൻട്രൽ സൗണ്ട് സിസ്റ്റം, മെഗാഫോൺ, മൈക്രോഫോൺ, ഗ്രാമഫോൺ ആൻഡ് മൈക്ക്. ഇപ്പോൾ ടേപ്പ് റെക്കോർഡർ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഇസ് വെരി ഇൻഎക്സ്പെൻസീവ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. റേഡിയോസ് നമുക്ക് കേൾക്കാതെ തന്നെ കാണാതെ തന്നെ നമുക്ക് ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് പറ്റും. ആൻഡ് വിഷ്വൽ എയ്ഡ്സിൽ പ്രൊജക്റ്റഡും ഉണ്ട്, നോൺ പ്രൊജക്റ്റഡും ഒക്കെ ഉണ്ട്. അതിൽ വരുന്നതാണ് പ്രൊജക്റ്റഡിൽ ഫിലിം സ്ട്രിപ്പ് OHP, അതുപോലെ ഒപ്പേക്ക് പ്രൊജക്ടർ ഉണ്ട്. ആൻഡ് നോൺ പ്രൊജക്റ്റഡിൽ വരുന്നതാണ് ഗ്രാഫിക് എയ്ഡ്സിൽ കാർട്ടൂൺ, ചാർട്ട്, ഫ്ലാഷ് കാർഡ്, ഗ്രാഫ്സ്, മാപ്പ്, പിക്ചേഴ്സ്, ഫോട്ടോഗ്രാഫ്സ് ആൻഡ് ഡ്രോയിങ്സ്. അപ്പോൾ കാർട്ടൂൺസ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ജസ്റ്റ് ഈ ബാലരമയൊക്കെ കാണുന്ന പോലെ തന്നെ ചാർട്ടും അതുപോലെ തന്നെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്? പുൾ ചാർട്ട് ഉണ്ട്, എവല്യൂഷൻ ചാർട്ട് ഉണ്ട്, അതുപോലെ റോളർ ചാർട്ട്സ് ഉണ്ട്, ചെയിൻ ചാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് എഫക്റ്റ് ആൻഡ് കോസ്റ്റ് ചാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ നരേറ്റീവ് ചാർട്ട്സ് ഉണ്ട് അല്ലേ. ഇനി ഫ്ലാഷ് കാർഡ്സ് നമുക്കറിയാം. ഫ്ലാഷ് കാർഡ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് 12 ഇൻറ്റു 10x12 അങ്ങനത്തെ ഒരു ബ്രെഡ്ത്ത് വിത്തിൽ വേണം. മാപ്സ് നമുക്കറിയാം. പിന്നെ പ്രിൻറ്റഡ് ബുക്സ്, ന്യൂസ് പേപ്പർ, മാഗസീൻ, പാംപ്ലെറ്റ്സ് ആൻഡ് ലീഫ്ലെറ്റ്സ്. അപ്പം പാംപ്ലെറ്റ്സ്, ലീഫ്ലെറ്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. പാംപ്ലെറ്റ്സ് എന്ന് പറയുന്നത് ലീഫ്ലെറ്റ് പോലെ തന്നെ, അതായത് ഒരു പ്രിൻറ്റഡ് പേപ്പർ നമ്മൾ കുറേ പ്രിൻറ്റഡ് പേപ്പേഴ്സ് ഒരുമിച്ച് ഒരു ബുക്ക്ലെറ്റ് പോലെ കൊടുക്കുകയാണ്. ഇനി ഡിസ്പ്ലേ ബോർഡ്സ്, ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ബുള്ളറ്റിൻ ബോർഡ് ഉണ്ട്, ഫ്ലാനൽ ബോർഡ് ഉണ്ട്, മാഗ്നറ്റിക് ബോർഡ് ഉണ്ട്, പെഗ് ബോർഡ് ഉണ്ട്. 3D എയ്ഡ്സ്, മോഡ്സ്, സ്പെസിമെൻസ്, പപ്പറ്റ്സ്, അതൊക്കെ ആക്ടിവിറ്റി എയ്ഡ്സ് ആണ്. ഫീൽഡ് ട്രിപ്സ്, ഡെമോൺസ്ട്രേഷൻ, ഫോക്ക് ഡാൻസ്, എക്സ്പെരിമെൻറ്റേഷൻ, ഓഡിയോ വിഷ്വൽ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ഡെമോൺസ്ട്രേഷൻ, ഫിലിം, വീഡിയോ ടേപ്സ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നോക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സെലക്ഷൻ, പ്രസൻറ്റേഷൻ, ഫിസിക്കൽ കൺട്രോൾ, പ്രോപ്പർ പ്രസൻറ്റേഷൻ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ. പിന്നെ ചോക്ക് ബോർഡ്, ഇതിൻ്റെ യൂസസ് ഉണ്ട്, റൂൾസ് ഉണ്ട്, ചാർട്ട് ഉണ്ട്, ഫ്ലിപ്പ് ചാർട്ട്, എവല്യൂഷൻ ചാർട്ട്, അതൊക്കെ ഉണ്ട്. ഗ്രാഫ്സ് ഏതൊക്കെയാണ്? ബാർ ഗ്രാഫ് ഉണ്ട്, പൈ ചാർട്ട് ഉണ്ട്, സർഫസ് ഗ്രാഫ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ലൈൻ ഗ്രാഫ് ഉണ്ട്, കോളം ഗ്രാഫ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പോസ്റ്റേഴ്സ് ഉണ്ട്, ഫ്ലാഷ് കാർഡ്സ് ഉണ്ട്, ഫ്ലാനൽ ഗ്രാഫ്, ബുള്ളറ്റിൻ ബോർഡ്സ്, അതുപോലെ തന്നെ കാർട്ടൂൺസ് ആൻഡ് 3D ഒബ്ജക്ട്സ്, സ്പെസിമെൻ മോഡൽസ്. ടൈപ്സ് ഓഫ് മോഡൽസ് ഏതൊക്കെയാണ്? സ്കെയിൽ മോഡൽ, സിംപ്ലിഫൈഡ് മോഡൽ, വർക്കിംഗ് മോഡൽ, ക്രോസ് സെക്ഷണൽ മോഡൽ. പപ്പറ്റ്സ് ഏതൊക്കെ ടൈപ്പാണ്? ഹാൻഡ് പപ്പറ്റ്സ്, റോഡ് പപ്പറ്റ്സ്, ഗ്ലൗസ് ആൻഡ് ഹാൻഡ് പപ്പറ്റ്സ്, സ്ട്രിങ് പപ്പറ്റ്സ്, ഷാഡോ പപ്പറ്റ്സ്. ഓക്കെ, പാംപ്ലെറ്റ്സ്, ലീഫ്ലെറ്റ്സ്, സ്ലൈഡ്സ്, OHP പ്രൊജക്ടർ, ഫിലിം, ടെലിവിഷൻ, വീഡിയോ കാസറ്റ്, മൈക്രോഫോൺ, LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. ദാറ്റ് ഇസ് 8 ഹാസ് ബീൻ ലാർജ്ലി surprised by data projectors. Since many smaller teaching and training rooms may not be fitted with data projectors, this following guidance is provided. LCD panel connected to a computer and placed overhead projector will enable project computer generated things. Internet നമുക്കറിയാം, കമ്പ്യൂട്ടേഴ്സും അറിയാം. ടേപ്പ് റെക്കോർഡർ നമുക്കറിയാം. ടേപ്പ് റെക്കോർഡർ is used to record sounds on magnetic tape which can be reproduced at many times as required. Okay. And thank you and all the best for your exams.